ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യമല്ലേ നമ്മൾ പറയുന്നത്, മനസ്സിൻ്റെ മാത്രം കാര്യമല്ലല്ലോ. അപ്പോൾ ശരീരത്തിൻ്റെ കാര്യം പറയുമ്പം ഇതിൽ ഇപ്പോൾ സ്പിരിച്വൽ സാധകനായ ഒരാൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കരുത് എന്നുള്ളൊരു ധാരണ എവിടെ നിന്നാണ് വരുന്നത്? അത് ശരിയാണോ? ധാരണ എവിടെ നിന്നാണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന ബുദ്ധിസത്തിന് പ്രചാരം ഉണ്ടായിരുന്ന കാലത്ത് അഹിംസ പരമധർമ്മമായിട്ട് ബുദ്ധിസം അംഗീകരിച്ചിരുന്നല്ലോ. പക്ഷേ അത് ബുദ്ധൻ്റെ കുഴപ്പമാണോ? ബുദ്ധൻ പന്നി മാംസമൊക്കെ കഴിച്ചായിട്ട് പറയുന്നുണ്ടല്ലോ. ബുദ്ധൻ ക്ഷത്രിയനായിരുന്നല്ലോ, ധാരാളം മാംസം ഭക്ഷിച്ച് കാണണം, ക്ഷത്രിയനൊക്കെ വിഹിതമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധൻ ഉണ്ടാക്കിയതാണോ, പിൽക്കാലത്ത് അതുണ്ടായി വന്നതാണോ? ഇതൊക്കെ നല്ല നല്ല ധർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ അത് വളരെ വിരൂപമായ രൂപത്തെ പ്രാപിക്കാറുണ്ട്. അതായത് പാല് ചീത്തയായ വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവില്ലേ? വെള്ളത്തിനോ അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല, വെള്ളം വെച്ചിരുന്നാലും ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പാലിനെ ഉത്തമ വസ്തുവായിട്ടല്ലേ നമ്മൾ കാണുന്നത്, അതിലൊത്തിരി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ഉത്തമമായ വസ്തുക്കൾ ദുഷിച്ചാൽ വലിയ ദുർഗന്ധം പരത്താറുണ്ട്. മനുഷ്യൻ്റെ ശവശരീരത്തിന് മറ്റു ജീവജാലങ്ങളുടെ ശവശരീരത്തേക്കാൾ കൂടുതൽ നാറ്റമുണ്ടെന്ന് പറയുന്ന പോലെ, എന്ന് പറഞ്ഞ പോലെ നല്ല ധർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ അതിയായ ദുർഗന്ധം ഉളവാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്ന പോലെ ആയിരിക്കണം ഈ മാംസാഹാര വിരുദ്ധതയ്ക്ക് ഉണ്ടായത്. കാരണം വാഗ്ഭടാചാര്യരെ പോലെയുള്ള പിൽക്കാലത്തെ അഷ്ടാംഗഹൃദയ രചയിതാവ് അവരൊക്കെ മാംസാഹാരത്തെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ടല്ലോ, വിവിധ തരങ്ങളായ മാംസങ്ങളെ പറ്റി. പക്ഷേ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിയമത്തെ പാലിക്കണം. ചുമ്മാ അങ്ങ് കൊന്നു തിന്നുകയല്ല, ശരീരത്തിന് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും അധ്യാത്മത്തിന് വിരുദ്ധമൊന്നുമല്ല. ആഹാരം പ്രധാനം തന്നെയാണ്, പക്ഷേ അത് സാത്വിക ആഹാരമാണ്. സാത്വിക ആഹാരം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്കൊരു വിചാരമുണ്ട്, മത്സ്യമാംസാദികളൊക്കെ തമോ ഗുണപ്രധാനവും സസ്യാഹാരങ്ങളെല്ലാം സാത്വികമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. സസ്യാഹാരങ്ങളിലും താമസിക രാജസിക സാത്വിക പ്രധാനമുണ്ട്, മാംസാഹാരത്തിലും ഇതുപോലെയൊക്കെ ഉണ്ട്. സാത്വിക രാജസിക താമസിക ആഹാരമുണ്ട്. സത്വപ്രധാനമായ മാംസാഹാരം വിധിച്ചിട്ടുണ്ടല്ലോ. ജാങ്കല മാംസങ്ങൾ, പ്രത്യേകിച്ച് അജമാംസാദികൾ, ഇതൊക്കെ വിധിച്ചിട്ടുണ്ട്. സാധകനൊക്കെ ഭക്ഷിക്കാവുന്നതൊക്കെയാണ്. ഇതൊന്നും അല്ല പ്രശ്നം. പ്രശ്നം നമ്മുടെ മനസ്സാണ്. മനഃശുദ്ധി ഉണ്ടാകുമ്പോൾ ആഹാര കാര്യങ്ങളിലൊക്കെ നമുക്ക് ബോധം ഉണ്ടായി വരും. കാരണം മനസ്സും ശരീരവും രണ്ട് സാധനമല്ല. സ്ഥൂലമായ മനസ്സ് തന്നെയാണ് ശരീരവും, സൂക്ഷ്മമായ ശരീരത്തെ മനസ്സെന്നും വിളിക്കും. ഇത് തമ്മിൽ രണ്ടല്ല, ഇത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യുക്തി ആദ്യത്തെ തലമാണ്. ഇത് രണ്ടിൽ ചേർന്ന് ഒന്നാവൽ, ഇത് ആദ്യത്തെ യോഗമാണ്. മനസ്സും ശരീരവും ഒന്നാവൽ. അതിനുശേഷം ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ബോധത്തിലേക്ക് മനസ്സും ശരീരവും ലയിച്ചില്ലാണ്ടാവൽ. അതുപോലെ ഈ മോഡറേഷൻ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? അതായത് എല്ലാത്തിലും മിതത്വം കാത്ത് സൂക്ഷിക്കണമെന്ന് പറയണ കേൾക്കാറുണ്ട്. അതെ അതെ, മിതത്വം എന്ന് വെച്ചാൽ രാവിലെ 2 ഇഡ്ഡലി എന്ന് വെച്ചാൽ 2 ഇഡ്ഡലിയെ കഴിക്കാവൂ, അല്ലേ? വൈകുന്നേരം 2 ചപ്പാത്തി, 1 കഷ്ണം പഴവർഗ്ഗം എന്തെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള മിതത്വം ധരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല മിതത്വം. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും അതിനനുസൃതമായ അളവിൽ വേണം. കൂലിപ്പണിയെടുക്കുന്നവൻ ഈ പറഞ്ഞ 2 ചപ്പാത്തിയും ഒരല്പം ആഹാരവും കഴിച്ചാൽ അവന് പണിയെടുക്കാൻ പറ്റുമോ? അവൻ്റെ മിതത്വം എന്താണ്? അതേപോലെ ഓഫീസിൽ ഇരുന്ന് ഈ 7-8 മണിക്കൂർ അനങ്ങാതെ കസേരയെ കുത്തിയിരുന്ന് കഴിക്കുന്നവൻ, അവനിതുപോലെ കൂലിപ്പണി എടുക്കുന്നതിനെ പോലെ ആഹാരം കഴിച്ചാൽ അത് അമിതമായില്ലേ? അതിയായില്ലേ? മറ്റവൻ അല്പവും. അതിയും അല്പവും ആവാതെ വിഹിതമായ രീതിയിൽ എന്താണോ ആഹാരം കഴിക്കുന്നത് അതിനെ ആഹാരത്തിലെ മിതത്വം എന്ന് പറയാം. അതായത് ശരീരത്തിന് സന്തോഷം ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, എല്ലാം ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാവണം, കഴിച്ചതിനെ സുഖമായിട്ട് ദഹിപ്പിക്കണം, നന്നായിട്ട് വിസർജിപ്പിക്കണം. ഇത് ആഹാരത്തിലെ മിതത്വം. അത് ശരീരത്തിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. കാലാവസ്ഥയ്ക്ക്, ദേശത്തിന്, അതായത് കാശ്മീരിൽ കഴിക്കുന്ന ആഹാരം അല്ലല്ലോ കേരളത്തിൽ കഴിക്കേണ്ടത്, ആണോ? ഇപ്പം എല്ലാം ഒന്നായി തീർന്നില്ലേ? അങ്ങനെയല്ല. ഓരോ ദേശത്തിനും ഓരോ കാലത്തിനും, മഴക്കാലത്തുള്ള ആഹാരമല്ല ഉഷ്ണകാലത്ത് കഴിക്കേണ്ടത്. ദേശം, കാലം, ബലം, അങ്ങനെ അനേക വിഷയങ്ങളെ ആധാരമാക്കിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കഴിക്കേണ്ടതല്ല. ശരീരം ഇതൊക്കെ പറഞ്ഞു തരും. കാലദേശങ്ങൾക്കൊക്കെ അനുസരിച്ചും ഓരോ ദിവസവും ഓരോ സമയത്തും എന്താണ് ഭക്ഷിക്കേണ്ടതെന്ന് ശരീരത്തിനറിയാം. അതനുസരിച്ച് ഭക്ഷിക്കൽ തന്നെയാണ് മിതമായ ആഹാരം. അതിന് കറക്റ്റായിട്ട് വരുമ്പോൾ അതിനറിയാൻ പറ്റും. ഏകദേശത്തിൽ പറയും 3/2 ഭാഗം അല്ലെങ്കിൽ 4
2 ഭാഗം ആഹാരം കൊണ്ട്, 1 ഭാഗം വെള്ളം കൊണ്ട്, 1 ഭാഗം കാലിയായിട്ട് വിടണമെന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഏകദേശം മിതത്വത്തിൻ്റെ കണക്കാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. താങ്കളുടെ മിതത്വമല്ല എൻ്റെ മിതത്വം. ഇത് അമിതമായാൽ ആപത്ത്, അല്പമായാലും ആപത്ത്. മനസ്സിലായോ? ഇത് ആഹാരമിതത്വം. ഇതുപോലെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളെയും കണ്ടോണം. കണ്ണിനും അമിതമായിട്ട് കമ്പ്യൂട്ടറിലിരിക്കുക, അമിതമായിട്ട് മൊബൈൽ ഫോൺ നോക്കുക, അമിതമായിട്ട് വസ്തുക്കൾ ഭ്രമിക്കുക കാഴ്ച കൊണ്ട്, അമിതമായിട്ട് കേൾക്കുക, പാട്ട് കേൾക്കുക, അമിതമായിട്ട് ഹെഡ്ഫോൺ ഉപയോഗിക്കുക, അമിതമായിട്ട് സ്വരങ്ങൾ കേൾക്കുക, മൈക്ക് സെറ്റിൻ്റെ കീഴിൽ പോയിരിക്കുക, അമിതമായി സ്വാദിൽ കൊതിയുണ്ടാവുക, ആഹാരം രുചിച്ചുകൊണ്ടിരിക്കുക, അമിതമായ ഗന്ധങ്ങൾ ദുർഗന്ധമായിട്ട് സുഗന്ധമായിട്ട്, ഇതെല്ലാം പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇതിനെല്ലാം മിതത്വം കണ്ടെത്തിക്കണം. സർവ്വ ഇന്ദ്രിയങ്ങളെയും മിതമായിട്ട് ഉപയോഗിച്ചോണം. അതുപോലെ തന്നെ മിഥ്യാചരത്വം എന്ന് പറയും. ഒരു ഇന്ദ്രിയത്തെ തെറ്റിദ്ധരിച്ച് ഉപയോഗിക്കുന്നത്, അത് വിശദമാക്കേണ്ട വേറൊരു വിഷയമാണ്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് മിതത്വത്തിലേക്ക് വരിക. പക്ഷേ ആ മിതത്വം ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്നും മനസ്സിലാക്കുക. അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരെയും തുല്യമാക്കുക. ഒരാൾക്ക് നീളക്കുറവാണെങ്കിൽ അയാളെ വലിച്ചു നീട്ടി ആ നീളത്തിലെത്തിക്കുക. ഇനി നീളം കൂടുതലാണെങ്കിൽ മുറിച്ചിട്ട് അയാളെ എല്ലാവരെയും പോലെ ആക്കുക. സ്റ്റാൻഡർഡൈസേഷൻ ഇത് പ്രകൃതിയിലുള്ളതല്ല. പ്രകൃതിക്ക് ഓരോന്നും സമ്പൂർണ്ണതയാണ് പ്രകൃതിയുടെ രീതി, അല്ലേ? ഓരോ ചെടിയും, ഓരോ മരവും, ഓരോ പുല്ലും, ഓരോ പുഷ്പവും, ഓരോ വ്യക്തികളും സമ്പൂർണ്ണരാണ്. നീ എങ്ങനെയാണോ അങ്ങനെ നീ ആയിത്തീർന്നാൽ മതിയാവും. സംശയരഹിതമായി ആനന്ദപൂർണ്ണമായിട്ട് നിൻ്റെ ജീവിതം ജീവിക്കണം. ഇന്ന് മാറിയിട്ടുള്ള എല്ലാം തന്നെ അമിതത്വമോ അമിത അല്ലെങ്കിൽ അല്പത്വം ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മിതത്വം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് എപ്പോഴും ബോധേഡായിരിക്കില്ലേ? ബോധേഡല്ല, അവെയറായിരിക്കണം. അവെയറായിരിക്കണം, ശ്രദ്ധയുണ്ടായിരിക്കണം. ആത്മപ്രകാശത്തിൽ ഇതെല്ലാം പിടികിട്ടണം. ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ ശരീരത്തെപ്പറ്റി, മനസ്സിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. അപ്പോൾ ആഹാരം വായിലെത്തുന്ന മുമ്പ് തന്നെ ശരീരത്തിന് ഇന്ദ്രിയങ്ങൾ നമ്മളോട് പറയും നോ നോ നോ, യെസ് യെസ് യെസ്, നോ ദാറ്റ്, നോ ദിസ് എന്നൊക്കെ പറഞ്ഞു തരും. ശരീരത്തിനറിയാം. പക്ഷെ നമ്മൾ മനസ്സിൻ്റെ കൊതിക്കല്ലേ, എല്ലാം കഴിച്ചതിൻ്റെ മുകളിലൊരു ഐസ്ക്രീം, എല്ലാം കഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കോക്ക്, എല്ലാം കഴിച്ചിട്ട് ഇനി ഡയറ്റ് കോക്ക് മതി, ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാ ശരീരം പറഞ്ഞിട്ടാ അതോ മനസ്സ് പറഞ്ഞിട്ടോ? അപ്പോൾ ശരീരത്തിനെ കേൾക്കുക എന്നുള്ളത് സുഖകരമായൊരു പ്രവൃത്തിയായി പിൽക്കാലത്ത് മനസ്സിലാവും. നിഷേധിക്കേണ്ടത് നിഷേധിക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും ചെയ്യാനുള്ള മിതത്വം നമുക്ക് വശഗതമായി തീരും. ഇത് ബോധരേഷനൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പണ്ട് പഠിപ്പിച്ചിരുന്ന ഇതൊക്കെ ആൾക്കാർക്ക് അതിനുള്ള അറിവുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗവും കൂടിയായിരുന്നു. ഗുരുക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇതൊക്കെ കുട്ടികൾ കിട്ടിയിരുന്നത്. ഇതൊക്കെ കോമൺ സെൻസ് ആണോ? ഇനി ആ ശാസ്ത്രമെന്ന് വിളിക്കുന്നത് അല്ല, സയൻസ് ഒന്നുമല്ല. സാധാരണ ജീവിതം, അസാധാരണമായ തലങ്ങളിലേക്ക് ഉയർന്ന് പറക്കുക. പക്ഷേ മനസ്സും ശരീരമൊക്കെ സാധാരണ ഈ തലങ്ങളിലൊക്കെ ഇരിക്കട്ടെ, ശരീരം പ്രത്യേകിച്ചും, ഇല്ലേ? സാമാന്യ ജീവിതം ജീവിക്കുക. ബുദ്ധിയും ധിഷണയൊക്കെ അങ്ങ് ഉയരങ്ങളിൽ പറക്കട്ടെ, ആകാശം മുട്ടട്ടെ. ഗുരുജി, മനസ്സിൽ നല്ല ചിന്തകൾ മാത്രം എങ്ങനെയാണ് നിലനിർത്താൻ പറ്റുന്നത്? അത് നമ്മൾ ബലം പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ല, സന്തോഷമായിട്ടിരുന്നാൽ മതി. നല്ല ചിന്തയെ വരൂ. സന്തോഷം ശീലിച്ചു നോക്ക്. സന്തോഷം എങ്ങനെ ശീലിക്കുന്നത്? അതിന് ആനന്ദാമം കയറേണ്ടി വരും ട്രെയിനിങ് ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ പതുക്കെ സന്തോഷം, ദുഃഖിക്കുന്നില്ല ഞങ്ങൾ തീരുമാനം കൊണ്ടെടുത്തേ എന്ന് വെച്ചാൽ ദുഃഖം വരാതിരിക്കുമോ? വരുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റണം. ചാടി എഴുന്നില്ല, കുടഞ്ഞ് കളയണം. പട്ടിയുടെ മേത്ത് മണ്ണ് പറ്റി കിടക്കുമ്പോൾ അത് കുടയനില്ലേ, അല്ല കുടഞ്ഞ് കളയണം. ഇല്ല, എനിക്ക് ദുഃഖിക്കാൻ സൗകര്യമില്ല, നമ്മൾ സന്തോഷിക്കണം. അങ്ങനെ ശീലിച്ചു നോക്ക്. കുറേ സന്തോഷം ശീലിച്ച് കഴിയുമ്പോൾ പിന്നെ ദുഃഖം വരുന്നതേ കുറഞ്ഞ് പോകും. പക്ഷേ ദുഃഖം വന്നാൽ ഇൻറ്റൻസിറ്റി കൂടും സന്തോഷം തുടങ്ങുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമായിട്ട് വരുന്നത്. അതിനാ ഒരു ഗുരുവിൻ്റെ ആവശ്യം. അല്ലാതെ സ്വയം സന്തോഷം ശീലിച്ചാൽ മതി. നിങ്ങൾ ബ്രഹ്മമായി തന്നെ തീരും, ഈശ്വരനായി തീരും. ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൽ കർമ്മം ഉണ്ടാവുന്നില്ലേ? അപ്പോൾ ഈ കർമ്മം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ഈ യമനിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കർമ്മം എങ്ങനെ ഇല്ലാണ്ടാക്കുന്നത്? ഏത് കർമ്മം ചെയ്താലും അതിന് ഗുണദോഷങ്ങളുണ്ടാവും. സത്കർമ്മം ചെയ്താലും ദുഷ്കർമ്മം ഉണ്ടാവും, ദുഷ്കർമ്മം ചെയ്താലും ഇതുണ്ടാവും, ഇല്ലേ? സാമാന്യ സത്കർമ്മത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ സത്കർമ്മം ചെയ്യാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന സത്കർമ്മം നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ളതല്ല. സത്ത് എന്ന് വെച്ചാൽ എന്താ? സത്യത്തിലുള്ളത്.
എന്നിലൂടെ ചെയ്യിക്കുന്നതും എന്നിലൂടെ ചെയ്യപ്പെടുന്നതും ചെയ്യുന്ന പ്രവൃത്തിയും അതിലുണ്ടാകുന്ന ഗുണദോഷങ്ങളും എല്ലാം ഈശ്വരാണെന്ന് ധരിക്കുന്ന കർമ്മത്തെ സത്കർമ്മം എന്ന് വിളിക്കാം. അതായത് ഞാൻ എന്ന വ്യക്തി അവിടെ ഇല്ലാത്ത അവസ്ഥയിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാ സത്കർമ്മം. അതിന് ഗുണദോഷങ്ങളൊന്നുമില്ല. അത് നിർഗുണ കർമ്മമെന്ന് വിളിക്കും. അതിനല്ലാത്ത എല്ലാ കർമ്മങ്ങൾക്കും ഗുണവും ദോഷവുമുണ്ട്. ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നമുണ്ട്. എപ്പം ഞാനില്ലാണ്ടാവുന്നോ പ്രശ്നങ്ങളും ഇല്ലാണ്ടായി. ഈ ദേഷ്യം, അസൂയ എന്നുള്ളതൊക്കെ മോശം ചിന്തകളാണോ? എല്ലാത്തിൻ്റെയും പുറകിൽ പ്രകൃതിയല്ലേ. ദേഷ്യമാവട്ടെ, അസൂയാവട്ടെ. പക്ഷേ അത് ഉപകാരപ്രദമായൊരു ഊർജ്ജമല്ലേ. ദേഷ്യം വരുമ്പോൾ നോക്കും, നമ്മുടെ ശരീരത്തിന് ഉണർച്ച കണ്ടിട്ടുണ്ടോ? എന്തൊരു ഉണർച്ചയല്ലേ. എന്തും ചെയ്യാനുള്ള ബലം ഉണ്ടാവുന്നില്ല, ഭയമൊക്കെ മാറും. നല്ലൊരു അനുഭവമല്ലേ ദേഷ്യം. പക്ഷേ അതിനെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതല്ലേ നമ്മുടെ പ്രശ്നമുള്ളൂ. അല്ല, ദേഷ്യം തെറ്റാണോ? മര്യാദാപുരുഷോത്തമൻ രാമൻ സമുദ്രത്തിനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് ശിവപൂജയൊക്കെ ചെയ്ത് വരുണൻ്റെ പൂജയൊക്കെ ചെയ്ത് സമുദ്രത്തോട് ഒന്ന് വഴിമാറി നിൽക്കാൻ പറഞ്ഞു. സമുദ്രം കേട്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്തു? അസ്ത്രം എടുത്ത് ഞാൻ വറ്റിച്ച് കളയുമെന്ന് പറഞ്ഞ് വിരട്ടി, ദേഷ്യപ്പെട്ടു. അപ്പം എന്ത് പറ്റി? പെട്ടെന്ന് വരുണം പ്രത്യക്ഷപ്പെട്ട് രാമസേതു ഒഴുക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തുന്നില്ലേ കഥ. അപ്പോൾ ദേഷ്യം ദോഷമാണോ? ചില സ്ഥലത്ത് ദേഷ്യപ്പെടണ്ടേ? മാനേജ്മെൻറ്റിൻ്റെ ഭാഗമല്ലേ ദേഷ്യം. ഇനി അസൂയ. അസൂയയുടെ അനുഭവം എന്താ? എന്നെക്കാളും മേളിൽ അവൻ വളർന്നല്ലോ, അല്ലെ അവൾ വളർന്നല്ലോ, ഇല്ലേ, എനിക്കത് പറ്റുന്നില്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാടല്ലേ. തിരിച്ച് അവൻ വളർന്ന മാർഗം അന്വേഷിച്ച് ഞാനും അതുവഴി വളരും എന്ന് തീരുമാനിച്ച അസൂയ എന്ത് ഗുണമുള്ള വികാരമാണ് അല്ലേ. അതിനെ ഉപയോഗിക്കാനുള്ള വഴി നമുക്കറിയാത്ത കുഴപ്പമല്ലേ ഉള്ളൂ. നല്ല പവറല്ലേ. അസൂയ വരുമ്പോൾ എല്ലാം അതുപോലെ ഫോക്കസ് ആവും. ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ വരുമെങ്കിൽ നമുക്ക് അസൂയ വരുമ്പോൾ എല്ലാം മൈൻഡ് വളരെ നാരോ ആവും. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാരണം ഉണ്ടാവില്ല. നമുക്കൊന്നും കണ്ടുപിടിക്കാൻ വളരെ സൂക്ഷ്മത നോക്കിയാൽ അതിൻ്റെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ആ കാര്യം കണ്ടുപിടിച്ച് ആ ഹേതുവിൽ നമ്മളുടെ മനസ്സിനെ സന്നിവേശിപ്പിച്ച് അത് നേടാനുള്ള ശ്രമം നടത്തിയാൽ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവില്ലേ. അസൂയം പ്രയോജനമാണ്. ഒരു ദോഷങ്ങൾ, അഷ്ടരാഗങ്ങളൊന്നും ദോഷങ്ങളൊന്നുമല്ല. ശരിയായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവന് ഇതെല്ലാം ഗുണമാണ്. അതുകൊണ്ട് എനിക്കൊന്നിലും എല്ലാം ഡിവൈനാണ് ഇവിടെ ഉള്ളത്. വൈൻ പോലും ഡിവൈനാണ്. റൈറ്റ്? വൈൻ ഈസ് ഓൾസോ ഡിവൈൻ. ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഗുരുജി? ഇതിപ്പോഴും പഴയ രീതിയിൽ തന്നെയാണോ നിൽക്കുന്നത്? ശാന്തിക്ക് വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ അനാദികാലം തൊട്ട്? ഇല്ല. പ്രേമത്തിന് വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടാവുമോ? ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ പ്രേമം എന്നുള്ള ലിമിറ്റേഷൻ അല്ല പറയുന്നത്. അതും പ്രേമം തന്നെ. ഇൻഫാക്ച്വേഷനും അട്രാക്ഷനും ഒക്കെ പറയുമെങ്കിലും അതും പ്രേമം തന്നെ. പിന്നെ സന്തോഷത്തിനാണോ എന്തെങ്കിലും വ്യത്യാസം വന്നിരിക്കുന്നത്? ഈ വസ്തുക്കൾക്കൊന്നുള്ള ഈ അനുഭവങ്ങൾക്കൊന്നും വ്യത്യാസം വന്നിട്ടേ ഇല്ല. ഉണ്ടോ? പിന്നെ അതിലെത്തിച്ചേരാൻ എനിക്കുണ്ടാകുന്ന ബാധകൾ എന്തൊക്കെയാണ്? ഇന്ന് കാലത്ത് അല്ലെങ്കിൽ ഒരു 10-30 വർഷം മുമ്പ് നമുക്കില്ലാത്ത പല ബാധകളും നമ്മളെ ഇന്ന് ബാധിച്ചിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന മാടനും മറുതയും ജഗത്താനും യക്ഷിയും പിശാചും ഒക്കെ ആണെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണും ടി വിയും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വൈഫൈയും ഇൻ്റർനെറ്റും ഒക്കെ നമ്മളെ ബാധിച്ചിട്ടില്ലേ? ഇതൊക്കെ ബാധകളല്ലേ നമുക്കിന്ന് ജീവിതത്തിൽ, ആണോ അല്ലയോ? അപ്പോൾ ആ ബാധകളിൽ നിന്ന് മനസ്സിനെ മാറ്റി ഇതിലേക്ക് ഉറപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ പഴയ തന്നെയല്ലേ ഇപ്പോഴും? അതോ പുതിയത് വല്ലതും ഉണ്ടോ? ബാധകൾ മാറി, പ്രശ്നങ്ങൾ മാറി എന്ന് തോന്നിയാലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് അവശേഷിക്കുകയും പരിഹാരം പഴയത് തന്നെയല്ലേ ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പോൾ പറയും കാളവണ്ടി യുഗത്തിൽ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്, എന്തിനാണ് പ്രവർത്തിക്കുന്നത്? കാളവണ്ടി ഉപയോഗിച്ചിരുന്ന ആഹാരം തന്നെയല്ലേ ഇന്ന് നമ്മൾ ആഹരിക്കുന്നത്. അതിന് രൂപമാറ്റം വരുത്തി കുളവാക്കിയെന്ന് മാത്രമല്ലേ ഉള്ളൂ നമ്മളിന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഗുണങ്ങളെ സത്തയൊക്കെ നശിപ്പിച്ചു, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ ഡിക്രീസ് ചെയ്തു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഗുണകരമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ലുണ്ടോ? ഇപ്പോഴും പ്രകൃതിയിലല്ലേ ജീവിതത്തിൻ്റെ ആരോഗ്യം ഇരിക്കുന്നത്, ആണോ അല്ലയോ? ഇന്നും വെണ്ടയ്ക്കും വഴുതനയും പടവലങ്ങയും തന്നെയല്ലേ തിന്നുന്നത്, ആണോ? ഈ 1000-2000 വർഷം മുമ്പൊക്കെ എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അതിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും അവർ മനുഷ്യർ അതൊക്കെ കഴിച്ചിരുന്നു. ഇതൊക്കെ തന്നെ കഴിക്കുന്നു. ഏത് കാളവണ്ടി യുഗമാണെങ്കിലും ഏത് റോൾസ് റോയ്സ് യുഗമാണെന്ന് പറഞ്ഞാലും അടിസ്ഥാനമൊക്കെ ഇന്നും അതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോഴും അന്നും ഇന്നുമൊക്കെ മനുഷ്യർ തന്നെയാണ് അല്ലേ?
കുറച്ചാണ്ടൊക്കെ ആരാണ്ട് ചെയ്തു, അത് നമ്മളല്ലോ ചെയ്തത്. ആ ശാസ്ത്രജ്ഞന്മാർ, ആ മഹത്തുക്കൾ ഓരോന്ന് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ എന്തിനാണ് വീമ്പിളക്കുന്നത്? ഇതെൻ്റെ കണ്ടുപിടുത്തമോ അല്ല, എൻ്റെ നേട്ടങ്ങളൊന്നും അല്ലല്ലോ, മൊത്തത്തിൽ സമൂഹത്തിൻ്റെ നേട്ടമല്ലേ. അതിനെ ശരിയായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് സുന്ദരമായ ജീവിതം ഒന്ന് സാധ്യമല്ലേ. ഇന്ന് എളുപ്പമല്ലേ അധ്യാത്മത്തിൽ ഇറങ്ങാൻ? ഇന്ന് പണം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ജീവിക്കാനുള്ള സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ എൻ്റെ കൂടുതലുണ്ട്. എവിടെ ഇരുന്ന് വേണമെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് തണുപ്പ് ആസ്വദിച്ച് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, ഇല്ലേ? എയർ കണ്ടീഷൻ എല്ലാം പറ്റുമെന്ന്. എന്ത് സുഖം നോക്ക്. ഇന്ന് കാട്ടിൽ പോകണ്ട, മേട്ടിൽ പോകണ്ട, ഗുഹകൾ ഓരോരുത്തരും സൃഷ്ടിച്ച് വിടണം. എല്ലാവർക്കും ഓരോ ഗുഹയില്ലേ? ഓരോ മുറിയിലാണല്ലോ എല്ലാവരും. നമുക്കെല്ലാം നമ്മുടേതായ കേവുകളുണ്ട്. എന്ത് സുഖം സത്യത്തിൽ. പക്ഷെ ഇത് ഉപയോഗിക്കാനുള്ള കോമൺ സെൻസ് നമുക്കില്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം.